ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസും അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിലൊക്കെ ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര ഫേമസ് ആണ്, ഒരുപാട് നമുക്ക് സ്കിന്നിന് ഹെയറിന് ഒക്കെ യൂസ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയറിൽ ഹെയർ കെയറിലൊക്കെ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എനിക്ക് പേഴ്സണലി ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്, അങ്ങനെ എനിക്ക് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള 8 വഴികളാണ് പറയാൻ പോകുന്നത്. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 8 വഴികളാണ്. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ടൈം ഞാൻ എന്തൊക്കെയാണ് ആ രീതികൾ എന്ന് പറയാം. ഒന്നാമതായിട്ട് നമുക്ക് നഖം ഒട്ടും തന്നെ വളരുന്നില്ല, നഖത്തിന് ഭയങ്കര മഞ്ഞപ്പാണ്, അത് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നഖം നല്ല രീതിയിൽ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് നന്നായിട്ട് വളരാനും ഇത് നല്ലൊരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നാരങ്ങയുടെ തൊലിയില്ലേ, അതായത് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് നീരും കാണും, തൊലിയോടുകൂടി എടുക്കുക. അങ്ങനെ നമ്മൾ നഖത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യാം. ഫുൾ എല്ലാ നഖത്തിലും ഇതുപോലെ ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുക, റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് രാത്രി ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അതൊരെണ്ണം പൊട്ടിച്ചെടുത്തിട്ട് ഈ നമ്മുടെ ക്യൂട്ടിക്കിളിൽ മെയിനായിട്ടും ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇവിടെ നിന്നാണല്ലോ നഖം വളർന്നു വരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫുൾ ഏരിയ മൊത്തവും ഈ എല്ലാ നഖത്തിലും ഇതുപോലെ മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ ഈ നഖത്ത് മേലെ ഇങ്ങനെ മഞ്ഞ രേഖ പോലെ വരുന്നത് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം നഖം നല്ല നീളം വെക്കാൻ വേണ്ടിയിട്ട്, നല്ല ഒടിഞ്ഞു പോകാതെ നല്ല നീളത്തിൽ വളരാനും ഇത് സഹായിക്കും ഈ ഒരു രീതിയിൽ വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വിറ്റാമിൻ ഇ ഓയിലിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു ഗുണവും കൂടാണ് അതിൻ്റെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴാണ് കൂടുതലും പെട്ടെന്ന് നമ്മുടെ ചർമ്മം പ്രായം വെച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ ചുളിവുകളായിട്ടും പാടുകളായിട്ടും ഭയങ്കര ഡൾനെസ് ഒക്കെ വരാറുണ്ട്. അപ്പം ആ പാടുകളായാലും ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം നൈറ്റ് ക്രീമിൻ്റെ രൂപത്തിൽ നമുക്ക് വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിനകത്ത് വിറ്റാമിൻ ഇ ഓയിൽ മിക്സ് ചെയ്തിട്ട് അതിനെ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ വിറ്റാമിൻ ഇ ഓയിൽ വെച്ചിട്ട് നൈറ്റ് ക്രീം ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഒന്നെങ്കിൽ കുക്കുംബറിൻ്റെ ജെല്ല് അല്ലെങ്കിൽ അലോവേര ജെല്ല് എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ലിക്വറൈസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ഇത് മിക്സ് ചെയ്യുക. അതിലേക്ക് 1-2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് വെളിയിൽ തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ്, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രാത്രി കിടക്കുന്നതിന് വളരെ കുറച്ചെടുത്തിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക, കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് ഈ ചുളിവുകൾ വീഴുന്നതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നമില്ല, നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ ഇതേ കൂട്ടില്ലേ, ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടിനകത്തേക്ക് കുറച്ച് കിഴങ്ങിൻ്റെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം പോലെ ആവുമല്ലോ, അതിൽ ഒരു പഞ്ഞി ഡിപ്പ് ചെയ്തിട്ട് ഈ കണ്ണിൻ്റെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെയാണ് ഡാർക്ക് സർക്കിൾസ് കൂടുതലുള്ള അവിടേക്കൊന്ന് വെച്ച് കൊടുക്കുക. അടുത്ത കണ്ണിൽ അതുപോലെ തന്നെ വെച്ചേക്കാം. ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് വെച്ച് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം റിമൂവ് ചെയ്യുക, മുഖം നന്നായിട്ട് കഴുകുക. ഇതും നമുക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഈ കണ്ണിൻ്റെ സൈഡിലായിട്ട് വരുന്ന ചുളിവാണെങ്കിലും ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് ഫേഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ചുണ്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടുകയാണ്, സോഫ്റ്റ്നെസ് പോകുന്നു, അങ്ങനെയാണ്. സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിലെ അതിലേക്ക് നമ്മുടെ ആൽമണ്ട് ഓയിലില്ലേ, ബദാം ഓയിൽ മിക്സ് ചെയ്ത് വെക്കുക. അതായത് 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 4-5 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിരുന്നാൽ മതി. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ കാണും. അപ്പോൾ ഇത് നനവ് തട്ടാൻ നോക്കിയാൽ മാത്രം മതി, കുറേ നാൾ ചീത്തയാവാതിരിക്കും. ഇത് നമ്മുടെ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ചുണ്ടത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങുക. ഇത് നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നുള്ളത്, നമുക്ക് തലയിൽ താരൻ വരികയാണ്, അതുപോലെ മുടി ഒട്ടും തന്നെ വളരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഹെഡ് മസാജിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അതിന് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും മതി. അതിലേക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ലൈറ്റായിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. ഡയറക്റ്റ് സ്റ്റവിൽ വെക്കണ്ട, അതിന് പകരം ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ എണ്ണയുടെ പാത്രം ഇറക്കി വെച്ച് 10-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റായിട്ട് ചൂടാവുമല്ലോ. ആ ഇളം ചൂടോടുകൂടി നല്ല തലയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ പ്രത്യേകം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഷാംപൂ ചെയ്യാം. ഇതും താരം നന്നായിട്ട് കുറയാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നതാണ്. മുടി വളരാൻ മെയിനായിട്ട് നമ്മൾ പ്രഷർ പോയിൻറ്റ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതായത് നമ്മുടെ ആയുർവേദിക് മർമ്മ പോയിൻറ്റ്സ് ഇല്ലേ,
അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെഡ് മസാജ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ മുടി ഒരുപാട് ചകിരി പോലെ ഫ്രിസി ആയിട്ട് കിടക്കുകയാണ്, ഒട്ടും തന്നെ ഒരു ഷൈൻ ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ഉണ്ട്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു 4 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. അതിലേക്ക് നല്ല പഴുത്ത പഴം, ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം, നല്ല പഴുത്തതായിരിക്കണം എന്ന് മാത്രം. പിന്നെ കുറച്ച് തൈര്, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മാത്രം മതി. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ എണ്ണ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മുടിയിൽ നന്നായിട്ട് ഈ പാക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക. ഒരു മിനിമം 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഷാംപൂ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഷൈനും നല്ല ഉള്ളൊക്കെ വെക്കും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ പിമ്പിൾസിൻ്റെയൊക്കെ പാടുകൾ, വായ്ക്ക് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ, അതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു പാക്ക് ഉണ്ട്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ലിക്രൈസ് പൗഡറും 2 ടീസ്പൂൺ ഓറഞ്ച് നീരും കൂടെ മിക്സ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ ഇതിലേക്ക് 1 ടീസ്പൂൺ മുൾത്താനി മിട്ടിയും കൂടെ ചേർത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, അത് മറക്കരുത്. ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ, കുരുക്കളുടെ പാടുകളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ഫെയ്ഡ് ചെയ്യുക. സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ ബെസ്റ്റാണ്. പിന്നെ മുടിയുടെ അറ്റം വന്നിട്ട് 2ആയിട്ട് പിളർന്നു പോവുകയാണ്, നല്ല സ്പ്ലിറ്റ് എൻഡ്സ് വരികയാണ്, അത് കാരണം മുടിക്ക് ലെങ്ത്ത് വെക്കുന്നില്ല എന്നാണെങ്കിൽ അത് മാറാനും നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് മുന്നായിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ബ്ലണ്ട് എൻഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡെയിലി നമ്മൾ കുളിച്ചിട്ട് വരുമ്പം ആ മുടിയിൽ ചെറിയൊരു നനവ് ബാക്കിയുണ്ടല്ലോ, ആ സമയത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഓയിലും കൂടെ മിക്സ് ചെയ്യുക. അതായത് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ പാരച്യൂട്ട് ജാസ്മിൻ ഓയിൽ, അതൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഓയിൽസാണ്. അതിൻ്റെ കൂട്ടത്തിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മുടിയുടെ അറ്റത്ത് മാത്രം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് മുടി ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് കാരണം മുടി വളരാതിരിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. മുടിക്ക് നല്ല നീളവും ഉള്ളും വെക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞാൻ പൊതുവേ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് യൂസ് ചെയ്യുന്ന രീതി. എനിക്ക് എല്ലാം നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ബൈ.